ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 30-ാം വാക്യം. എൻ്റെ വസ്ത്രം തൊട്ടത് ആരെന്ന് ചോദിച്ചു. യേശുമ്പുരാൻ ചോദിക്കുകയാണ്, തൻ്റെ ചുറ്റുമുള്ള പുരുഷാരത്തോട് ചോദിക്കുകയാണ്, എൻ്റെ വസ്ത്രത്തെ തൊട്ടത് ആർ എന്ന് ചോദിക്കുകയാണ്. യേശുമ്പുരാൻ യായിറോസിൻ്റെ ഭവനത്തിലേക്കുള്ള യാത്രയിലാണ്. ഒരു ബഹുപുരുഷാരം യേശുവിൻ്റെ ചുറ്റും കൂടിയിട്ടുണ്ട്. വലിയ തിക്കും തിരക്കുമാണ്. യേശുമ്പുരാനെ കാണാനായിട്ട് വന്ന കുറേ ആൾക്കാരുണ്ട്. അതിൽ യേശുമ്പുരാൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു, വിശക്കുന്നവർക്ക് അപ്പം കൊടുക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു അത്ഭുത കാര്യങ്ങൾ കേട്ടിട്ട് യേശുമ്പുരാനെ ഒരു അത്ഭുതത്തോടെ വീക്ഷിക്കാൻ വന്നവരുണ്ട്. അതുപോലെ ഞാൻ യേശുവിനെ കാണാൻ പോവാണ്, നീ വരുന്നുവോ എന്ന് ചോദിച്ച് അയൽപക്കക്കാരും സ്നേഹിതരുമൊക്കെ പരസ്പരം പറഞ്ഞ് യേശുവിനെ കാണാനായിട്ട് വന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ശാസ്ത്രിമാരും പരീശന്മാരും ഒക്കെ യേശുമ്പുരാൻ്റെ കൂടെ കൂടിയിട്ടുണ്ട്. ഈ യേശുമ്പുരാൻ്റെ കുറ്റം കണ്ടുപിടിക്കാൻ, അവൻ എന്തെങ്കിലും ദൈവദൂഷണം പറയുന്നുണ്ടോ, അല്ലെങ്കിൽ രാജാവിനെ വിമർശിക്കുന്നുണ്ടോ, മഹാപുരുഷന്മാരെ വിമർശിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ ആ കുറ്റം കണ്ടിട്ട് അവനെ ശിക്ഷിക്കുവാനായിട്ടും അവന്മേൽ കുറ്റം ചുമത്തുവാനുമായിട്ടുമുള്ള ആ ഒരു ഉദ്ദേശത്തോടെ യേശുമ്പുരാൻ ചുറ്റും കൂടിയിട്ടുണ്ട്. എന്തായാലും വലിയ തിക്കും തിരക്കുമാണ്. ആ തിക്കും തിരക്കിനിടയിൽ പുറകിൽ നിന്നുള്ള തള്ളുകൊണ്ട് യേശുമ്പുരാൻ മറിഞ്ഞു വീഴുന്നുണ്ട്. പലരുടെയും കൈ കാലൊക്കെ യേശുമ്പുരാനെ ശക്തമായി മുട്ടുന്നുണ്ട്. അതിലൊന്നും യേശുമ്പുരാൻ ഒന്നും പ്രതികരിക്കുന്നില്ല. ഇതിൻ്റെ ഇടയ്ക്ക് യേശുമ്പുരാൻ്റെ ഉത്തരീയം, ആ മേൽമുണ്ട് താഴെ വീഴുന്നുണ്ട്. ആ താഴെ വീണ ആൾക്കാർ എടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പോഴൊന്നും ആ വസ്ത്രത്തെ തൊട്ടത് ആരെന്ന് ഒന്നും യേശുമ്പുരാൻ ചോദിക്കുന്നില്ല. അങ്ങനെ ഈ ബഹുപുരുഷാരം ഇങ്ങനെ തങ്ങി നിൽക്കുമ്പോൾ യേശുമ്പുരാൻ മറിഞ്ഞു വീഴുന്നുണ്ട്. യേശുമ്പുരാൻ പിടിക്കാൻ പോകുന്നു, തട്ടുന്നു, മുട്ടുന്നു. ഇതിലൊന്നും യേശുമ്പുരാൻ പ്രതികരിക്കുന്നില്ല. അങ്ങനെ മുമ്പോട്ട് നീങ്ങുകയാണ്. എന്നാൽ പെട്ടെന്ന് യേശുമ്പുരാൻ നിന്നിട്ട് ചോദിക്കുകയാണ്, എന്നെ തൊട്ടത് ആരാണ് ചോദിക്കുകയാണ്. അതുമല്ല, എന്നെ തൊട്ടതെന്നല്ല, എൻ്റെ വസ്ത്രത്തെ തൊട്ടത് ആരെന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ ചുറ്റും നീങ്ങുമ്പോൾ ശിഷ്യന്മാർ കളിയാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ജനങ്ങൾ കളിയാക്കുന്നുണ്ട്. എന്തൊരിടപാട്, അവർ പൊട്ടനെ പോലെ സംസാരിക്കുന്നു. ഇത്രയും ആൾക്കാർ ചുറ്റും കൂടി തിക്കും തിരക്കും കൊണ്ട് മറിഞ്ഞു വീഴാൻ പോകുന്നു. യേശുമ്പുരാനെ മുട്ടി ശക്തമായ ആൾക്കാർ മുട്ടുന്നുണ്ട്. ഇതിൻ്റെ ഇടയിലും ചോദിക്കുകയാണ്, ആരാ തൊട്ടതെന്ന്. അപ്പോൾ യേശുമ്പുരാൻ പറയുകയാണ്, എന്നെ തൊട്ടു, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് ഞാൻ അറിഞ്ഞു എന്ന് പറയുകയാണ്. അതിനു മുമ്പ് ആൾക്കാരെല്ലാം ശക്തിയോടെ മുട്ടുന്നുണ്ട്, തട്ടുന്നുണ്ട്, യേശുമ്പുരാനെ തള്ളി വീഴ്ത്താൻ നോക്കുന്നുണ്ട്. അന്നേരം ഒന്നും യേശുമ്പുരാനിൽ നിന്ന് പുറപ്പെടാത്തൊരു ശക്തി ഇതാ തൻ്റെ വസ്ത്രത്തെ ആരോ തൊട്ടപ്പോൾ ശക്തി പുറപ്പെടുന്നു. യേശുമ്പുരാൻ ഇങ്ങനെ വീണ്ടും വീണ്ടും ചോദിച്ചപ്പോൾ ഒരു സ്ത്രീ വന്ന് പറയുകയാണ്, ഞാൻ ആ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടത് എന്ന് പറയുകയാണ്. അപ്പം അങ്ങനെ അവർ രക്തസ്രാവക്കാരി സ്ത്രീയായിരുന്നു. 12 കൊല്ലം കൊണ്ട് രോഗത്താൽ വലഞ്ഞിരിക്കുന്നു. അവരുടെ എല്ലാ ഹോസ്പിറ്റലിലും പോയി സൗഖ്യമാകാതെ അവരുടെ സമ്പത്തെല്ലാം നഷ്ടമായി. ഇങ്ങനെ ഏറ്റവും ഒടുവിൽ യേശുമ്പുരാനിൽ ആശ്രയിക്കുകയാണ്. അവർ ആ യേശുമ്പുരാനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അവനിൽ മാത്രമേ രക്ഷയുള്ളൂ, അവനിലൂടെയും സൗഖ്യം വരുമെന്ന് പൂർണ്ണ വിശ്വാസത്തോടെ അവൾ വന്ന് തൊടുകയാണ്. അവിടെ മേലിൽ പറഞ്ഞിരിക്കുന്നത്, അതിന് മുകളിലുള്ള വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്ന് പറയാൻ. ഒരുപക്ഷെ അങ്ങോട്ട് പോകാൻ പറ്റി കാണത്തില്ല. യേശുമ്പുരാൻ്റെ ഈ തെക്കും തിരക്ക് കാരണം യേശുമ്പുരാൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റിയില്ല. കാറ്റത്ത് പറക്കുമ്പോഴോ അല്ലെങ്കിൽ ഈ ഉത്തരീയം, ആ മേൽമുണ്ട് താഴെ വീഴുമ്പോഴൊക്കെ ആൾക്കാരെടുത്ത് കൊടുക്കുമ്പോഴോ വല്ലതും ആ പറന്നു വരുന്ന തൊങ്ങലിൻ്റെ ആ മേൽമുണ്ടിൻ്റെ ഒരറ്റമൊന്ന് തൊട്ടാൽ മാത്രം മതി. കാരണം ഇവർ ഒരു ദുർബലയായ സ്ത്രീയാണ്, കാരണം രോഗമാണ്, തള്ളി കയറി പോകാൻ പറ്റത്തില്ല. അങ്ങനെ പറന്നു വന്നപ്പോൾ ഒന്ന് തൊട്ടപ്പോൾ ഇതാ അവരുടെ രോഗം സൗഖ്യമായിരിക്കുന്നു. പ്രിയമുള്ളവരെ, അവിടെ യേശുമ്പുരാൻ പറയാണ്, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് ഞാൻ അറിഞ്ഞു. ആരെന്ന് ചോദിക്കുമ്പം അവൾ മുമ്പോട്ട് വരുന്നു. അവളോട് പറയുവാണ്, നിന്നെ വിശ്വാസം രക്ഷിക്കട്ടെ, നീ സമാധാനത്തോടെ പോകാമെന്ന് പറയുക. 3 കാര്യങ്ങളാണ്: വിശ്വാസം, രക്ഷ, സമാധാനം. നമ്മൾ വിശ്വസിച്ചാൽ നമ്മൾ രക്ഷപ്പെടും, പിന്നെ നമുക്ക് സമാധാനത്തോടെ ജീവിക്കാം എന്നൊരു ആശയമാണ് അവിടെ. പ്രിയമുള്ളവരെ, ഇത് നമ്മുടെ ആത്മീയ ജീവിതങ്ങളുടെ ഒരു നേർക്കാഴ്ചയാണ്. നമ്മളൊക്കെ സാധാരണ എല്ലാ ദിവസവും, എല്ലാ ഞായറാഴ്ചയും, എല്ലാ വെള്ളിയാഴ്ചയും പള്ളിയിൽ പോവും, ആരാധനയെ സംബന്ധിക്കും, ധ്യാനത്തെ സംബന്ധിക്കും. എല്ലാവരും ഇപ്പം നമ്മളൊക്കെ ചില ആൾക്കാർ പോകുന്നത്
വികാരിയച്ഛന്മാർക്ക് എന്ത് തോന്നും ഞാൻ ഇന്ന് പോയില്ലെങ്കിൽ എന്ന ധാരണയിൽ പോകുന്നവരുണ്ടായിരിക്കാം. മറ്റു ചിലർ അവർ പോകുന്നുണ്ട്, ഞാൻ പോകുന്നില്ലെങ്കിൽ എന്നെക്കുറിച്ച് ആൾക്കാർ എന്ത് പറയും എന്ന രീതിയിൽ പോകുന്നുണ്ടായിരിക്കുക. മറ്റു ചിലരാണെങ്കിൽ തന്നെ അവരുടെ മോടി കാണിക്കാൻ, അതായത് പുതിയ വസ്ത്രം വാങ്ങിച്ചു അത് കാണിക്കാനോ, അല്ലെങ്കിൽ ഏതെങ്കിലും ആരുടെയെങ്കിലും ന്യൂസ് അറിയാൻ, മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാൻ, അച്ഛന്മാരുടെ കുറ്റം കണ്ടുപിടിക്കാൻ, പള്ളിയുടെ ഏതെങ്കിലും കുറവുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ, ഇങ്ങനെ വരുന്നവരുണ്ട്. അപ്പം എല്ലാവരും പ്രാർത്ഥിക്കാനാണ് വരുന്നത്. പൊതുവെ ഈ ആൾക്കാരെ പോലെ യേശുമ്പുരാനെ കാണാൻ വരിക. പള്ളി നമ്മളെല്ലാം ദൈവത്തെ കാണാനും ആരാധിക്കാനും ഒക്കെ പോകുന്നു, പക്ഷേ നമുക്ക് അനുഗ്രഹം കിട്ടുന്നില്ല. എന്നാൽ അതിനിടയിൽ മിണ്ടാതെ പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രം വരുന്ന, ദൈവത്തോട് പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രം വരുന്ന, അവർ യേശുവിനെ മാത്രമേ കാണുന്നുള്ളൂ, മറ്റുള്ളവരെ കാണുന്നില്ല. അവരുടെ സങ്കടങ്ങൾ, ആ ഹൃദയം നുറങ്ങിയ പ്രാർത്ഥന അവിടെ മുമ്പിൽ വെച്ച് അനുഗ്രഹം വാങ്ങിപ്പോകുന്നവരുമുണ്ട്, അനുഗ്രഹം നേടിപ്പോകുന്നവരുമുണ്ട്. പ്രിയമുള്ളവരെ, ഇതാണ് ആത്മീയത നേർക്കാഴ്ച. നമ്മളൊക്കെ പള്ളിയിൽ പോകുന്നത് ഈ രക്തസ്രവക്കാ സ്ത്രീയെ പോലെ നമുക്ക് അനുഗ്രഹം പിടിച്ചു വാങ്ങാനുള്ള ആ ഒരു അനുഗ്രഹത്തോടെ, ഒരു ഇച്ഛാശക്തിയോടെ പോകാൻ സാധിക്കണം. ഗോത്രപിതാവായ യാക്കോബിനെ കുറിച്ച് നമുക്കറിയാം. അനുഗ്രഹം ദൈവദൂതനുമായിട്ട് മൽപ്പിടുത്തമുണ്ടാകുകയാണ്. നീ എന്നെ അനുഗ്രഹിച്ചിട്ടില്ലാതെ എന്നെ വിടുകയില്ലെന്ന് പറയുന്ന അതുപോലെ തന്നെ ഇവിടെ ഇതാ രക്തസ്രവക്കാ സ്ത്രീ ആ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്ന് പറയുകയാണ്. അവിടെ യഥാർത്ഥ ഭക്തൻ്റെ പ്രാർത്ഥന, ആയിരങ്ങൾ പതിനായിരങ്ങളൊക്കെ ആരാധനാലയത്തിൽ വരും. അവരാരും സൗഖ്യം വരാതെ പോകുമ്പോൾ അവരൊക്കെ ഈ വിശ്വാസത്തോടെ അല്ല, എന്തെങ്കിലും കാഴ്ച കാണാനോ മറ്റുള്ളവരെന്തെങ്കിലും ഞാൻ പള്ളിയിൽ പോയില്ലെങ്കിൽ എന്ത് തോന്നുമെന്ന് തോന്നി അവർ വരുമ്പോൾ ഇവിടെ ഇതാ അനുഗ്രഹം നേടിപ്പോകുന്ന, ഈ ദൈവത്തെ മാത്രം കാണാൻ ആരാധിക്കാൻ മാത്രം വരുന്ന അവർ പള്ളി വരുമ്പോൾ മറ്റുള്ളവരെ ആരും കാണത്തില്ല. അവരുടെ മുമ്പിൽ ദൈവം മാത്രം, ആ ദൈവത്തിൻ്റെ ആരാധന മാത്രം. ആ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ ദൈവത്തിൻ്റെയോട് ചേരുകയാണ്. അപ്പോൾ ദൈവം തന്നെ അറിയാതെ തന്നെ ദൈവത്തിൻ്റെ ശക്തി അവരിലേക്ക് പകരും, അവരനുഗ്രഹം തേടിപ്പോവും. അതുകൊണ്ട് ആത്മീയ ജീവിതം ഇങ്ങനെ വിശ്വാസത്തോടുകൂടി ഈ രക്തസ്രവക്കാ സ്ത്രീ അനുഗ്രഹം പിടിച്ചു വാങ്ങിച്ചതുപോലെ, ഗോത്രപിതാവായ യാക്കോബ് അനുഗ്രഹം പിടിച്ചു വാങ്ങിച്ചതുപോലെ പിടിച്ചു വാങ്ങിച്ച ജീവിതത്തിൽ അനുഗ്രഹത്തോടെ ജീവിക്കുവാനും വിശ്വാസത്തോടെ ആ രക്ഷയിലേക്ക് വന്നുചേരാനും സമാധാനത്തോടെ നമ്മൾ ജീവിതം കഴിച്ചു കൂട്ടുവാൻ നമുക്ക് സാധിക്കണം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.